അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാറ്റിനും അള്ളാഹു നിശ്ചയിച്ച ഒരു കാലവും സമയവും ഉണ്ട് എന്നാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ സൂചിപ്പിച്ചത്. തുടർന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പരാജയം അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കാം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും സംഭവിക്കാം. അതൊക്കെ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാണ്. ഇതാണ് ഇന്ന് പഠിക്കുന്ന 40-ാമത്തെ ആയത്തിലുള്ളത്. തുടർന്ന് എല്ലാ എതിർപ്പുകളെയും മറികടന്ന് അള്ളാഹുവിൻ്റെ ദീൻ അനുദിനം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുകയാണ് 41-ാമത്തെ ആയത്തിൽ. ഈ 2 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَعَلَيْنَا الْحِسَابُ أَوَلَمْ يَرَوْا أَنَّا نَأْتِي الْأَرْضَ نَنقُصُهَا مِنْ أَطْرَافِهَا وَاللَّهُ يَحْكُمُ لَا مُعَقِّبَ لِحُكْمِهِ وَهُوَ سَرِيعُ الْحِسَابِ. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ. നബിയെ, ഇവർക്ക് നാം വാഗ്ദാനം ചെയ്തിട്ടുള്ളതിൽ ചിലത് നാം താങ്കൾക്ക് കാണിച്ചു തന്നേക്കാം. അതായത് താങ്കളുടെ ജീവിതകാലത്ത് തന്നെ താങ്കൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ അത് സംഭവിച്ചേക്കാം. ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞത് നല്ല വാഗ്ദാനമല്ല, മറിച്ച് താക്കീതും ഭീഷണിയുമാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ധിക്കാരികളായ സത്യനിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകും, അല്ലെങ്കിൽ അവർ അമ്പേ പരാജയപ്പെട്ട് ഇസ്ലാം അവർക്ക് മേൽ വിജയം നേടുക തന്നെ ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അത് ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ സംഭവിച്ചേക്കാം, ഔ നതവഫയന്നക, അല്ലെങ്കിൽ നാം താങ്കളെ മരിപ്പിച്ചെന്നും വരാം. ആ വാഗ്ദാനങ്ങൾ അവർ അനുഭവിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ അവർക്കെതിരെ ഇസ്ലാമിൻ്റെ വിജയം ഉണ്ടാവുന്നതിന് മുമ്പ് നാം താങ്കളെ മരിപ്പിച്ചിട്ടുണ്ടാവാം. താങ്കളുടെ ജീവിതകാലത്തിന് ശേഷമായിരിക്കാം ഈ താക്കീതുകൾ പുലരുന്നത്. ഏതായാലും അത് താങ്കൾ നടപ്പാക്കേണ്ടതോ താങ്കളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതോ അല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ സമയമനുസരിച്ച് അള്ളാഹു അത് ചെയ്തുകൊള്ളും. താങ്കളും സത്യവിശ്വാസികളും അത് സംഭവിക്കുന്നതും കാത്തിരിക്കുകയോ നോക്കിയിരിക്കുകയോ ചെയ്യേണ്ടതില്ല. ഫഇന്നമാ അലൈക്കൽ ബലാഗ്, സന്ദേശം എത്തിച്ചു കൊടുക്കുക മാത്രമാകുന്നു താങ്കളുടെ ഉത്തരവാദിത്തം. സത്യനിഷേധികൾക്കുള്ള താക്കീതും സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയും അടങ്ങിയ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടത്. വ അലൈനൽ ഹിസാബ്, വിചാരണയാവട്ടെ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാകുന്നു. വിചാരണയും ശിക്ഷയുമൊക്കെ അള്ളാഹു അതിൻ്റെ സമയത്ത് നടപ്പാക്കും. അത് അള്ളാഹുവിന് വിട്ടേക്കുക. താങ്കൾ താങ്കളുടെ പ്രബോധന ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുക. സത്യനിഷേധികളുടെ പരാജയവും സത്യവിശ്വാസികളുടെ വിജയവും കാണാൻ സത്യവിശ്വാസികൾ തിടുക്കം കൂട്ടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടുമായി ഇത് പറയുന്നത്. തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു, അവലം യറൗ, അവർ കാണുന്നില്ലേ, അന്നാന് ഇത്തിൽ അർള, നാം ഭൂമിയിൽ വരുന്നത്, നങ്കുസുഹ, അതിനെ ചുരുക്കിക്കൊണ്ട്, ഭൂമിയെ ചുരുക്കിക്കൊണ്ട്, മിൻ അത്രാഫിഹ, അതിൻ്റെ നാനാഭാഗത്തു നിന്നും, നാം ഭൂമിയെ അതിൻ്റെ നാനാവശങ്ങളിൽ നിന്നും ചുരുക്കിക്കൊണ്ടുവരുന്നത് അവർ, ഈ നിഷേധികൾ, ഇസ്ലാമിനെതിരെ ശത്രുത അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ധിക്കാരികൾ കാണുന്നില്ലേ? ഈ പറഞ്ഞതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. അതിൽ കൂടുതൽ പേർ പറഞ്ഞിട്ടുള്ളതും കൂടുതൽ സംഗതമായി തോന്നുന്നതും ഇതാണ്. അതായത് അള്ളാഹുവിൻ്റെ ദീൻ ഭൂമിയിൽ വളരെ വേഗം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയും സത്യനിഷേധികളുടെ ഇടങ്ങൾ ചുരുങ്ങി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിലൂടെ സൂചിപ്പിക്കുന്നത്. സത്യനിഷേധികൾ എത്ര അടിച്ചമർത്താൻ നോക്കിയിട്ടും മക്കയിൽ വെച്ച് തന്നെ മക്കയിലെ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ടവരും പുറത്തുനിന്ന് വന്നവരുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് കൂടെ ചേരുകയും ക്രമേണ അംഗസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇവർ കാണുന്നില്ലേ? അതായത് ഇസ്ലാമിൻ്റെ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. നിഷേധികളുടെ ഭൂമിയിലെ സ്വാധീനം ചുരുക്കിക്കൊണ്ടുവരുന്നു അള്ളാഹു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇത് പറയുന്നത് എന്നതാണ് പ്രസക്തമായ വ്യാഖ്യാനം. എന്നാൽ
ഭൂമിയിൽ കൃഷിക്കും ജനവാസത്തിനും പറ്റാത്ത ഇടങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന സൂചനയാണ് ഇതിലുള്ളതെന്ന് ചിലർ പറയുന്നു. കടലിലെ വെള്ളം ഉയരുകയും കടൽക്ഷോഭങ്ങളുടെ ഫലമായി ഭൂമി ചുരുങ്ങി വരുന്നതും ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകി കടൽ വലുതാവുകയും ഭൂമി കുറയുകയും ചെയ്യുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുമൊക്കെയുള്ള വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവലം യറോ, അവർ കാണുന്നില്ലേ എന്ന് മക്കയിലെ നിഷേധികളെ ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ആയത്ത് തുടങ്ങുന്നത്. ഈ വ്യാഖ്യാനങ്ങൾക്കൊന്നും ചേരുന്നതല്ല ആ പറഞ്ഞത്. ആദ്യം പറഞ്ഞ വ്യാഖ്യാനം തന്നെയാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു യഹ്കുമു ലാ മുഅഖ്ഖിബലി ഹുക്മിഹി, അള്ളാഹുവാണ് വിധിക്കുന്നത്, അവൻ്റെ വിധിയെ മറികടക്കാൻ ആരുമില്ല. ആര് ജയിക്കണം, പരാജയപ്പെടണം, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും. അവൻ്റെ വിധിയെ, അള്ളാഹുവിൻ്റെ വിധിയെയും തീരുമാനത്തെയും മറികടക്കാനോ പിന്നിലാക്കാനോ രണ്ടാമതൊന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനോ ഒന്നും ആരുമില്ല. വഹുവ സരീഉൽ ഹിസാബ്, അവൻ അതിവേഗം വിചാരണ നടത്തുന്നവനാണ്. ഇപ്പോൾ നിഷേധികൾക്ക് ശിക്ഷ വൈകുന്നതോ അവർക്ക് പരാജയം വരാൻ വൈകുന്നതോ നോക്കേണ്ടതില്ല. നല്ലവരാകാൻ, നേർമാർഗത്തിലാവാൻ പരമാവധി അവസരം കൊടുത്ത് ഒടുവിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ 100% അർഹരാവുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ശിക്ഷ വൈകുന്നത്. എന്നാൽ അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ, അള്ളാഹു ശിക്ഷിക്കുന്ന സമയമായി കഴിഞ്ഞാൽ അതിവേഗത്തിൽ, വഹുവ സരീഉൽ ഹിസാബ്, അവൻ അതിവേഗത്തിൽ ശിക്ഷ നടപ്പാക്കുന്നവനാണ്, വിചാരണയും ശിക്ഷയും നടപ്പാക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. ഇനി 2 ആയത്തുകൾ കൂടിയാണ് ഈ സൂറത്തിൽ ബാക്കിയുള്ളത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.